ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് മുറുകുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ CPI-യിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുള്ള വിയോജിപ്പിനെ തുടർന്നാണ് KA അൻസിയ പാർട്ടി വിടുന്നത്. CPI-യിൽ നിന്ന് രാജിവെച്ചാലും LDF മുന്നണിക്കൊപ്പം തുടരുമെന്നാണ് അൻസിയ പറയുന്നത്. താഴെയുള്ള ഞങ്ങളുടെ സഖാക്കൾ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, അൻസിയ മത്സരിക്കുന്നുണ്ടെങ്കിൽ അൻസിയാൻ്റെ പേര് ഞങ്ങൾ അപ്പോൾ വേണ്ട, എല്ലാവർക്കും നമുക്ക് ഒരേ അവസരം കൊടുക്കാം. നമ്മളെപ്പോലെ പുറത്തു നിന്ന് മാത്രമല്ലല്ലോ, എല്ലാവരും അകത്ത് വരട്ടെ, നമുക്ക് ആരെങ്കിലും ഒരാൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമുക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് 3 പേരെ പേര് നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങളൊപ്പം നിൽക്കുന്ന മഹിളാ സഖാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തി പറഞ്ഞ, ആരും പിന്താങ്ങാനില്ലാത്ത ഈ ഒരു വ്യക്തി പറഞ്ഞ ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി 6ാം ഡിവിഷനിൽ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. അതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ വഹിക്കുന്ന ഈ ചുമതലകൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായി നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അലി അക്ബർ ഷായാണ് ചേരുന്നത്. അലി, ഡെപ്യൂട്ടി മേയർ തന്നെയാണ് രാജിവെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പ്രതിസന്ധിയൊന്നും ആകില്ല, പക്ഷേ CPI-യെ സംബന്ധിച്ചിടത്തൊരു നാണക്കേടായിപ്പോയി അല്ലേ? വിനിത, തീർച്ചയായും CPI-യെ സംബന്ധിച്ച് പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലൊരു ഭിന്നത, അഭിപ്രായ വ്യത്യാസം ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സീറ്റുകളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും തൃക്കാക്കരയിലായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന KA അൻസിയ CPI-യിൽ നിന്നും രാജിവെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ അഭിപ്രായ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻസിയ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാനം അർഹിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ആൾക്ക് ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മുൻഗണന നൽകി എന്നതാണ് അൻസിയ രാജിക്ക് കാരണമായി പറഞ്ഞത്. അൻസിയ മട്ടാഞ്ചേരി 5ാം ഡിവിഷനിലെ കൗൺസിലറായിരുന്നു. ലീഗിന്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത് വിജയിച്ച് CPI കൗൺസിലറായി സീറ്റ് നേടിയ വ്യക്തി കൂടിയായിരുന്നു അൻസിയ. അൻസിയാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ രാജി അറിയിച്ചത്. അതേസമയം ഇപ്പോൾ അല്പസമയം മുമ്പ് CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അൻസിയ പറഞ്ഞ ആരോപണങ്ങളെ തള്ളുകയാണ് എന്തായാലും ജില്ലാ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അൻസിയ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അൻസിയയെ പോലെ തന്നെ കഴിവുള്ള പുതിയൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയത് എന്നതാണ് ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അനില PM ആണ് ഇത്തവണ മത്സരിക്കുന്നത്. അൻസിയ ജയിച്ചത് 5ാം ഡിവിഷനിൽ നിന്നായിരുന്നെങ്കിൽ ഇത്തവണ 6ാം ഡിവിഷനാണ് മട്ടാഞ്ചേരിയിൽ CPI-ക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ്. എന്തായാലും അനില അവിടെ മത്സരിക്കും. മറ്റൊരു പ്രധാന പ്രതിസന്ധി CPI-യിൽ നിലനിന്നിരുന്നത് തൃക്കാക്കരയിലെ പ്രതിസന്ധിയായിരുന്നു. ആവശ്യപ്പെട്ട സീറ്റുകൾ, അർഹിച്ച സീറ്റുകൾ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം CPM നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് CPI അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നത്. എന്തായാലും അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു എന്നും CPI ജില്ലാ സെക്രട്ടറി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. വിനീത, ശരി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.